everyone, welcome to a new video on VGZ 101 Indian Classical Literature. അപ്പൊ നമ്മള് ബ്ലോക്ക് 1 ഡിസ്കഷൻ ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് ഈ ഒരു വീഡിയോയിൽ വിൽ ബി ഡീലിംഗ് വിത്ത് ദി സെക്കൻഡ് യൂണിറ്റ് ഓഫ് എ ഫസ്റ്റ് ബ്ലോക്ക്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ബ്ലോക്കിന്റെ സെക്കൻഡ് യൂണിറ്റ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ദ സെക്കൻഡ് യൂണിറ്റ് ഇസ് അബൌട്ട് കാളിദാസ ആൻഡ് ഓവർവ്യൂ. അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മുടെ ബ്ലോക്ക് 1 യൂണിറ്റ് 1 വി ഡിസ്കസ്ഡ് അബൌട്ട് ദ ഡ്രാമ ഇൻ ജനറൽ ആൻഡ് അബൌട്ട് ദ സാൻസ്ക്രിറ്റ് ഡ്രാമ, അതിന്റെ ഒറിജിനും എവല്യൂഷനും ഒക്കെ നമ്മൾ നോക്കി. ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം ആ ടൈമിലുള്ള പ്രോമിനന്റ് ആയിട്ടുള്ള ക്ലാസിക്കൽ ഡ്രമാറ്റിസ്റ്റുകളെ നമ്മൾ നോക്കിയായിരുന്നു, റൈറ്റ്? അപ്പൊ അതിൽ നമുക്ക് നമ്മുടെ സബ്ജക്റ്റിൽ പ്രൊഡോമിനന്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള വ്യക്തി കാളിദാസ. സോ നമ്മുടെ ഈ സെക്കൻഡ് യൂണിറ്റിനകത്ത് വിൽ ബി ഹാവിംഗ് എ ഡിസ്കഷൻ അബൌട്ട് കാളിദാസ് ആൻഡ് ഓൾസോ നമ്മളുടെ അഭിജ്ഞാന ശകുന്തളത്തിന്റെ ഒരു സ്റ്റോറി കാര്യങ്ങളും എല്ലാം ഒരു ഓവർവ്യൂ നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ഉണ്ടാവും. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു. നമുക്ക് സ്റ്റാർട്ട് ആക്കാം. ഓക്കെ, സോ ആസ് യൂഷ്വൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഓരോ ബ്ലോക്കിനകത്തുള്ള ഓരോ യൂണിറ്റിനകത്ത് നമുക്ക് ഓരോ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അത് എന്താണ് നമ്മൾ ആ ഒരു യൂണിറ്റിൽ വാട്ട് ആർ വി ഗോയിങ് ടു ഡിസ്കസ്, അല്ലെങ്കിൽ വാട്ട് ഇസ് ദാറ്റ് യൂണിറ്റ് അബൌട്ട് എന്നുള്ളതാണ് നമ്മളുടെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. അപ്പം നമ്മുടെ ടൈറ്റിൽ എന്താണ്? കാളിദാസ ആൻഡ് ഓവർവ്യൂ. അപ്പൊ നമ്മുടെ ഇറ്റ്സ് അബൌട്ട് ദ മാൻ, ദി ക്രിയേറ്റീവ് ജീനിയസ്, ദി ഗ്രേറ്റ് ഡ്രമാറ്റിസ്റ്റ്, ദാറ്റ് ഇസ് കാളിദാസിനെ കുറിച്ച് നമ്മൾ അദ്ദേഹം ആരാണെന്നും എന്താണെന്നും എത്രത്തോളമാണ് ആസ് ലിറ്റററി ഫിഗർ ഒരു ഇമ്പോർട്ടൻസ് ഉള്ളതെന്നും അദ്ദേഹം നമുക്ക് തന്നിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഏതൊക്കെയാണ്, മേജർ വർക്ക്സ് എന്തൊക്കെയാണ്, ഇപ്പോഴും എന്തുകൊണ്ടാണ്, വൈ ഈസ് ഇമ്പോർട്ടന്റ് ആൻഡ് വൈ ആർ ദിസ് വർക്ക് സ്റ്റിൽ ബീങ് അഡാപ്റ്റഡ് ഇൻ ടു ന്യൂമറസ് ലാംഗ്വേജസ് ആൻഡ് വേരിയസ് ഫോംസ് എന്നുള്ളത് നമ്മൾ നോക്കും. രണ്ടാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ള അഭിജ്ഞാന ശകുന്തളത്തിന്റെ റിയൽ സ്റ്റോറി, നമ്മുടെ മഹാഭാരതത്തിലുള്ള ശകുന്തളയുടെ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോറി നമ്മൾ നോക്കും. കാരണം അതിൽ നിന്നും എടുത്തതാണ് നമ്മളുടെ അഭിജ്ഞാന ശകുന്തളം. സോ ആ ഒരു ഒറിജിനൽ നമ്മൾക്കുള്ള വർക്ക് കാളിദാസ് ക്രിയേറ്റ് ചെയ്ത അഭിജ്ഞാന ശകുന്തളവും തമ്മിൽ എന്തൊക്കെയാണ് ഡിഫറൻസ് ഉള്ളത്, അതൊരു ചേഞ്ച് സോഴ്സിൽ നിന്ന് വന്നപ്പം എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, സോ ടു ബിഗിൻ വിത്ത് ദാറ്റ്, let's start with Kalidasa's background. നമ്മള് ലാസ്റ്റ് തന്നെ പറഞ്ഞായിരുന്നു കാളിദാസ ഒരു കോഡ് പോയറ്റ് ആണ് ഓഫ് ദി അഗ്നിമിത്ര സംഘ ഓഫ് ദി 2nd century BC-യിലുള്ളത് ആണല്ലോ. സോ ആ ഒരു ടൈമിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നതും ഒക്കെ. ആൻഡ് അക്കോർഡിംഗ് ടു ദ ബിലീഫ് കാളിദാസ മെയ്ഡ് അഗ്നിമിത്ര സംഘ ദ protagonist of his first play Maladika Agnimitra. That is regarding the details we have about Kalidasa. മറ്റൊരു വ്യൂ പോയിന്റ് അബൌട്ട് കാളിദാസ എന്ന് പറയുന്നത്, നമുക്ക് ഇത്രയും പ്രിസൈസ് ആയിട്ട് ഇങ്ങനെ ഇൻഫർമേഷൻസും കാര്യങ്ങളും ഒന്നും ഇല്ല. കാരണം പഴയ നമുക്കറിയാം അത്രയും ഡോക്യുമെന്റ് ഡേറ്റാസും കാര്യങ്ങളും ഒന്നും അവൈലബിൾ അല്ല. സോ നമുക്കുള്ള അവൈലബിൾ ഡേറ്റാസും സോഴ്സസും വെച്ചിട്ടാണ് ഈ ഒരു ഡീറ്റെയിൽസ് നമ്മൾ ഫെച്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ അനദർ വ്യൂ ഓഫ് കാളിദാസസ് പീരീഡ് പ്ലേസസ് ഹിം ഇൻ ദ 1st century BC during the reign of Vikramaditya of Ujjain around 57 BCT. അപ്പൊ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാൻ പറ്റുന്നത് എന്താണ്? കാളിദാസ വാസ് അസോസിയേറ്റഡ് വിത്ത് കിങ് വിക്രമാദിത്യ, ഹു വാസ് എന്താണ് ദ പോയറ്റ്സ് പേട്രൺ ആണെന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. പിന്നെ മറ്റൊരു ഒപ്പീനിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് ഒപ്പീനിയൻ എസ്റ്റാബ്ലിഷസ് ദാറ്റ് കാളിദാസസ് ഡേറ്റ്സ് ബിറ്റ്വീൻ 4th and 5th century AD. നമ്മുടെ ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ ആ ടൈം, who assumed the title of Chandragupta Vikramaditya after his winning spree in the Western Age. അപ്പൊ അങ്ങനെ കാളിദാസിനെ കുറിച്ച് നമുക്ക് പല പല വ്യൂ പോയിന്റ്സുകളാണ് ഇദ്ദേഹത്തിന്റെ ആ ടൈം ഫ്രെയിമിനെ കുറിച്ച് നമുക്ക് ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഉജ്ജയിൻ എന്ന് പറയുന്ന ഒരു സിറ്റിയും ആൻഡ് ഓൾസോ ആ ഒരു പെർട്ടിക്കുലർ സിറ്റി നമ്മുടെ കാളിദാസയുടെ കോണ്ടെക്സ്റ്റിൽ വരുമ്പോൾ വൈ ഈസ് ഇറ്റ് റെലവെന്റ്, എന്തുകൊണ്ടാണ് ഈ ഒരു സിറ്റിക്ക് ഇത്രയും പ്രത്യേകത, ഇത്രയും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്താണ്? അപ്പൊ നമുക്ക് ഈ ഉജ്ജയിൻ എന്നൊക്കെ നമ്മളിങ്ങനെ പറയുന്നത്, അപ്പൊ എവിടെ നിന്നാണ് ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ് ശരിക്കും വന്നത്? അപ്പൊ നമുക്ക് ഇത് ശരിക്കും എമേർജ് ചെയ്തത് ദാറ്റ് വാസ് ഫ്രം കാളിദാസയുടെ വർക്ക്സിലെ മിക്ക സെറ്റിംഗ്സുകൾ നമുക്ക് ഉജ്ജയിനാണ് കാണുന്നത്. ആൻഡ് ദാറ്റ് ഹി വാസ് ഗ്രേറ്റ്ലി ഇൻസ്പയർഡ് ബൈ ദ നാച്ചുറൽ ബ്യൂട്ടി ഓഫ് ദി മൽവാർ റീജിയൻ ഇൻ സെൻട്രൽ ഇന്ത്യയിലുള്ള മൽവാർ റീജിയൻ ഒരു ബ്യൂട്ടിയും ഒക്കെ ആവുമെല്ലാം നല്ല രീതിയിൽ കാളിദാസ ഗോട്ട് ഇൻസ്പയർഡ് വിത്ത് ദാറ്റ് a touching beauty of that particular landscape. And his fondness for Ujjain particularly comes to the force in the way he describes it. അത്രത്തോളം തനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സിറ്റി നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? കാരണം അത്രത്തോളം വളരെ ഭംഗിയിലാണ് തന്റെ പ്ലേസിനകത്ത് ഈ പറയുന്ന സിറ്റീനെ കുറിച്ച് കാളിദാസ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ആൻഡ്
Shankararajan has keenly delineated how the topography of Malwa might have shaped Kalidasa's imagination. And Kalidasa has depicted with immense pride scenes from Ujjain in his works. And it made Kalidasa's work ഭയങ്കരമായിട്ടും rich in imagery, highly emotionally evocative ആക്കാനൊക്കെയുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മളുടെ കാളിദാസ് അത്രയും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ പറഞ്ഞ സിറ്റി ഓഫ് ഉജ്ജയിനെ കുറിച്ച് നല്ല ഭംഗിയിൽ ഭയങ്കര ഇമേജറിയും കാര്യങ്ങളും ഒക്കെ ഇൻവോൾവ് ചെയ്താണ് അത്രത്തോളം ഭംഗിയിൽ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിനും ഡിസ്ക്രൈബും ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ്, Ujjain with its picturesque sites was also a cultural and commercial hub. അപ്പൊ ഇത് മാത്രമല്ല, നമുക്ക് ഇങ്ങനെ ഒരു ഭയങ്കര ബ്യൂട്ടി മാത്രമുള്ള ഒരു പ്ലേസ് അല്ല, പക്ഷെ കുറച്ചും കൂടെ നമ്മൾ കൾച്ചറലി ഉള്ള ഒരു പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുകയാണെങ്കിലും കമേഴ്ഷ്യൽ രീതിയിൽ നോക്കുകയാണെങ്കിലും ഒക്കെ ഉജ്ജയിൻ എല്ലാത്തിന്റെയും ഒരു സെന്റർ അല്ലെങ്കിൽ ഹബ്ബായിട്ട് മാറിയ ഒരു പ്ലേസ് ആണ്. ഒരു ബ്യൂട്ടിയിലും ലാൻഡ്സ്കേപ്പിലും നേച്ചറിലും മാത്രമല്ല, ബട്ട് ഇറ്റ് വാസ് ഓൾസോ എ സൈറ്റ് ഓഫ് കൾച്ചറൽ ആസ് വെൽ ആസ് എ കമേഴ്ഷ്യൽ ഒരു ഹബ്ബ് കൂടിയായിരുന്നു ഏതെന്ന് പറയുന്നത് നമ്മളുടെ ഉജ്ജയിൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് വാസ് എ സെന്റർ ഫോർ ലേണിംഗ്. അപ്പൊ നമ്മുടെ ഇന്റലക്ച്വൽ സ്ഫിയർ ആയിട്ടും ലേണിംഗിന്റെ സെന്റർ ആയിട്ടും ആർട്സിന്റെ സെന്റർ ആയിട്ടും മ്യൂസിക്കിൻ്റെത് കൾച്ചറൽ കമേഴ്ഷ്യൽ അങ്ങനെ എല്ലാ രീതിയിലും ഇൻ ഓൾ ഇറ്റ്സ് പ്രൈമറി പോസിബിൾ വേസ് ഉജ്ജയിൻ വാസ് എ സെന്റർ ഫോർ എവറിത്തിങ്. സോ അപ്പം അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ ഈ പറയുന്ന പ്ലീസ് അത്രത്തോളം നമുക്ക് എല്ലാ സൈഡ്സിൽ നോക്കുകയാണെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെൻട്രൽ ഹബ്ബാണ് ഉജ്ജയിൻ എന്ന് പറയുന്നത്. ആൻഡ് വൈ ലിവിംഗ് ഇൻ ഉജ്ജയിൻ, കാളിദാസ് വാസ് ഡയറക്ട്ലി ഇൻ ടച്ച് with the harmony of nature and the world of art associated with the court. അപ്പം ഉജ്ജയിലുള്ള ആ ഒരു സമയത്ത് ആ ഒരു ലാൻഡ് ഭയങ്കരമായിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാൻഡാണ്. അപ്പൊ അതിന്റെ ഒരു ബ്യൂട്ടിയിൽ ഹി വാസ് സോ മച്ച് മെസ്മറൈസ്ഡ്. ആ ഒരു ഇഫക്റ്റും കാര്യങ്ങളും എല്ലാം തന്റെ വർക്ക്സിലോട്ട് മാക്സിമം വളരെ ജെനുവൻ ആയിട്ടും അതിനെ പോർട്രേ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഹൈലി ഇവോക്കേറ്റീവ് റിച്ച് ഇമേജറി എല്ലാം കൂടെ എംബെഡ് ചെയ്തിട്ടാണ് തന്റെ വർക്ക്സിനകത്ത് കാളിദാസ് ഹാസ് ബ്രോട്ട് അപ്പ് ദി ഇമേജ് ഓഫ് ദി സിറ്റി ഓഫ് ഉജ്ജയിൻ. And the latter also lent high aesthetic appeal to his works. Additionally, Ujjain was a center for the scientific learning during the നമ്മളുടെ എല്ലാ രീതിയിലും കൾച്ചറലിയും കമേഴ്ഷ്യലിയും സയന്റിഫിക്കലിയും ഇന്റലക്ച്വലിയും ലേണിംഗ് മ്യൂസിക് ആർട്സ് ബ്യൂട്ടി നേച്ചർ ഹാർമണി എവറിഥിങ് എല്ലാ രീതിയിലും നോക്കുകയാണെങ്കിലും ഉജ്ജയിൻ വാസ് എ സെന്റർ ഫോർ എവറിഥിങ്. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഇപ്പം ഇത്രയും ക്ലിയർ ആണല്ലോ അല്ലെ? യെസ്. നമുക്ക് ഇദ്ദേഹത്തിന്റെ ലിറ്റററി ബാക്ക്ഗ്രൗണ്ട്, കാളിദാസാസ് ലിറ്റററി ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും നമുക്കൊന്ന് കുറച്ചും കൂടി നോക്കാം. സോ കാളിദാസ ആസ് ലിറ്ററേച്ചർ വാസ് സ്റ്റേറ്റ് ഇൻ ഫിലോസഫി, എസ്തെറ്റിക്സ് ആൻഡ് ഗ്രാമർ. നമ്മൾ നേരത്തെ പല പ്ലേ റൈറ്റ്സുകളെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ സോഴ്സ് ഓഫ് ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ദാറ്റ് വാസ് നമ്മളുടെ എപ്പിക്സുകളാണ്. നമ്മളുടെ രാമായണം മഹാഭാരതം അവിടെ നിന്നൊക്കെയുള്ള ആ ഒരു സോഴ്സ് ആണ് തന്റെ റൈറ്റിംഗ് സ്റ്റൈലിനുള്ള റോ മെറ്റീരിയൽസ് ആയിട്ട് ഓഫൺ എടുത്തിട്ടുള്ളത്. ആൻഡ് കാളിദാസ ഇൻ ഹിസ് പ്രിലോഗ് ടു ഹിസ് ഫസ്റ്റ് പ്ലേ ഏതാണ്? മാളവികാഗ്നിമിത്രം. ഈ അക്നോളജസ് ഭാസ നമ്മളുടെ ഏൻഷ്യൻ ഡ്രാമറ്റിസ്റ്റ് ആണ്, ആസ് ഹി വാസ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് പ്ലേ റൈറ്റ്സ് ഓഫ് സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ. ആൻഡ് കാളിദാസ ഇസ് കോൺഷ്യസ് എന്തിനാണ്? ആ ഒരു ആർട്ട് എന്ന് പറയുന്നതിന്റെ ഒരു വാല്യൂ, ആർട്ട് അത്രത്തോളം നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. സോ ഹി ഈസ് അസേർട്ടിങ് ദ വാല്യൂ ഓഫ് ആർട്ട് ആൻഡ് ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് ഡിപെൻഡന്റ് ഓൺ എനി ആൻഡ് അപ്പൊ അത്രത്തോളം ആർട്ട് ആസ് ഒരു പെക്യുലർ അത്രയും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണെന്നും അതിനെ ഒന്നിൽ നിന്നും അങ്ങനെ മാറ്റുന്ന കാര്യമില്ല. ഇറ്റ് ഇസ് ഓൾവേസ് ലൈക്ക് നോട്ട് ഡിപെൻഡ്, ഒരു ആന്റിക്വിറ്റിനെ ഒന്നും ഡിപെൻഡ് ചെയ്തിട്ടില്ല. അപ്പൊ ആർട്ടിന്റേതായിട്ടുള്ള രീതിയിലുള്ള വാല്യൂസും ഒക്കെ സ്ട്രെസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ കാളിദാസ് തന്റെ വർക്ക്സിന്റെ എല്ലാ ആ ഒരു ഇൻഫർമേഷൻസും കാര്യങ്ങളും എല്ലാം ഇൻസ്പയർഡ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഹി യൂസസ് എ റാഷണൽ പ്രിൻസിപ്പിൾ ടു ഡിറൈവ് അറ്റ് വാട്ട് ഇസ് പ്രൈസ് വർത്തി ഇൻ ലിറ്ററേച്ചർ. അപ്പം എന്താണ് വേണ്ടത് ലിറ്ററേച്ചറിന്, വാട്ട് ഇസ് റിക്വയർഡ് എന്നുള്ളതിനെ കുറിച്ച് വളരെ ക്ലിയർ ആയിട്ടുള്ളത് ഒരു ഗ്രൗണ്ടഡ് അവയർനെസ്സും ഉള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു കാളിദാസ്. Now next നമുക്ക് കാളിദാസയുടെ വർക്ക്സും കാര്യങ്ങളിലേക്കും വി ക്യാൻ ലുക്ക് ഇൻടു. ഇപ്പൊ നമ്മൾ വർക്ക്സിനെ നോക്കുമ്പോൾ നമുക്കറിയാം ഡ്രാമാറ്റിസ്റ്റ് ആണ്, ഒരു എപ്പിക് റൈറ്റർ ആണ്, അതുപോലെ തന്നെ ഒരു പ്ലേ റൈറ്റ് ഒരു പോയറ്റ് കൂടിയാണ്. അപ്പം മിക്ക ഇദ്ദേഹത്തിന്റെ പ്ലേസും ആസ് ഐ ഹാവ് മെൻഷൻ നമ്മുടെ രാമായണ മഹാഭാരതത്തിൽ നിന്നും ഇൻസ്പയർഡ് ആണ്. അപ്പൊ ഒരുപാട് ലെജൻഡറി സ്റ്റോറീസും ഫോക്ക് ടീൽസും ഹീറോസും നാരറ്റീവ്സും എല്ലാം യു കുഡ് ഫൈൻഡ് ഇൻ ദ വർക്ക്സ് ഓഫ് കാളിദാസ.
അപ്പം ഹിസ് പ്ലേസ് ആർ പ്രൈമർലി ബേസ്ഡ് ഓൺ ദി അഡ്വെഞ്ചേഴ്സ് ഓഫ് കിങ്സ്. അപ്പൊ അത്രത്തോളം ആ ഒരു ഇൻസ്പയർഡ് രീതിയിലുമാണ് കിങ്സിൻ ലൈഫും ടെയിൽസും ഒക്കെയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. കാളിദാസ ഗേവ് ഡെപ്ത് ടു ഹിസ് വർക്ക്സ്. എങ്ങനെയാണ്? ബൈ മേക്കിംഗ് ഹിസ് ക്യാരക്ടേഴ്സ് മൾട്ടി ഡൈമെൻഷണൽ ആൻഡ് എക്സ്പാൻഡിങ് ദർ സ്കോപ്പ് വിത്ത് ഇമാജിനേറ്റീവ് ഫ്ലൈറ്റ്സ്. അപ്പം കുറച്ചും കൂടി ആ ഒരു ക്യാരക്ടേഴ്സിനെ ഇൻഡെപ്തിൽ കൊണ്ടുവരാനും എക്സ്പാൻഡ് ചെയ്യാനും ഒക്കെ അദ്ദേഹത്തിന്റെ ഒരു ഇന്റലക്ച്വൽ ഫാക്കൾട്ടിയും ഇമാജിനേറ്റീവ് ഫാക്കൾട്ടി എല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്താണ് കാളിദാസ് തന്റെ വർക്ക്സിനകത്ത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എംപ്ലോയ് ചെയ്തിട്ടുള്ളത്. ആൻഡ് കാളിദാസ് ആസ് എ സെക്യുലർ വോയിസ് ഇൻ എ ലാർജ്ലി കൺസർവേറ്റീവ് കൾച്ചർ ആൻഡ് ഹിസ് സെക്യുലർ സെൻസ് കംസ് ഫ്രം ഹിസ് emphasis on the rational approach to life that consciously integrated pleasure with lofty ideals. Next. It is Kalidasa's humanism that makes his works secular. അപ്പൊ നമ്മൾ സെക്യുലർ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ മെയിൻ ആയിട്ട് വരുമ്പോഴത്തേക്ക് ആ ഒരു അങ്ങനെയുള്ള ഒരു ടിൻഷും ഇൻക്ലിനേഷനും ഒന്നും കാണുക. സോ പ്രൈമറി എല്ലാം ഹ്യൂമൻസ് ബേസ്, ആ ഒരു ഹ്യൂമനിസം എന്ന് പറയുന്ന എലമെന്റ് ആണ് ദാറ്റ് വർക്ക്സ് പ്രൈമർലി ഇൻ ദ വർക്ക്സ് ഓഫ് കാളിദാസ. ആൻഡ് ഹിസ് വർക്ക്സ് ആർ ലാർജ്ലി റിലേറ്റബിൾ. കാരണം ഇപ്പോഴും ഇദ്ദേഹത്തിന്റെ വർക്ക്സ് ഞാൻ പറയുന്ന കണക്ക് തന്നെ ഒരുപാട് അഡാപ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്, പല ഫോംസ് എടുക്കുന്നുണ്ട്, ഇപ്പോഴും ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് മനസ്സിലാകും അത്രത്തോളം നമുക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള ഹ്യൂമൻസുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള രീതിയിലാണ് കാളിദാസന്റെ വർക്ക്സ് ഉള്ളത്. Next is, even as Kalidasa wrote in the ancient period, we identify with the pains and joys of his characters as well as situations because the writer stirs our basic emotions and feelings. അപ്പം നമ്മൾക്ക് കുറെ നൂറ്റാണ്ടുകൾക്ക് മുൻപേ എഴുതിയ വർക്ക്സ് ആണ് നമുക്കറിയാം. എങ്കിൽ പോലും ഇപ്പോഴും നമ്മൾ എടുത്ത് വായിക്കുമ്പം നമുക്ക് അതിനെ ഒന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിലെ ക്യാരക്ടേഴ്സ് അനുഭവിക്കുന്ന സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും വേർപാടാണെങ്കിലും ദുഃഖമാണെങ്കിലും എന്ത് തരം പ്രണയമാണെങ്കിലും എന്ത് ഇമോഷൻ ആയിക്കോട്ടെ, അത് വായിക്കുന്നതോ അത് കാണുന്നതോ ആയിട്ടുള്ള നമുക്ക് റീഡേഴ്സിനോ സ്പെക്ടേറ്റേഴ്സിനോ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. നമുക്കത് നമ്മുടെ ഇമോഷൻസിനെയും രസേനെയും എല്ലാം ഇവോക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അത് തന്നെയാണല്ലോ ഏതൊരു റൈറ്ററിന്റെ വിജയം എന്ന് പറയല്ലേ. അപ്പൊ നമുക്കത് വായിക്കുമ്പോഴൊക്കെ നമ്മുടെ ഇമോഷൻസ് അവിടെ സ്റ്റേർഡപ്പ് ആകുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അത്രത്തോളം നമ്മുടെ ഇമോഷൻസിനെ ഫീലിങ്സിനെയും അത് എഫക്ട് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇത് നമ്മളുടെ ആ ഒരു കാളിദാസന്റെ വേൾഡുമായിട്ട് ഇറ്റ് ഹെൽപ്സ് us to connect with it. അതാണ് one thing about Kalidasa's works. ഇനി as a playwright, he gives voice to his characters that remained insignificant in common life, but gain significance in his hands. അപ്പം ഒരു പ്ലേറൈറ്റ് എന്നുള്ള നിലയ്ക്ക് ആ ക്യാരക്ടേഴ്സിനാണെങ്കിലും തങ്ങൾക്കുള്ള രീതിയിലും ആ ഒരു കോമൺ ലൈഫിലും എല്ലാം സിഗ്നിഫിക്കൻസും ട്രസ്റ്റും കൊടുത്തുകൊണ്ടാണ് കാളിദാസ തന്റെ വർക്ക്സും കാര്യങ്ങളും എല്ലാം അതിനകത്ത് എഴുതിയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ്. And as a playwright, he gives voice to his characters that remained insignificant in common life but gained significant in his hands. അപ്പം ആസ് എ പ്ലേഡ് നമുക്കറിയാം ഓരോരുത്തരുടെ ഭയങ്കര പൊട്ടൻഷ്യൽ, നമുക്ക് വളരെയധികം ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ പോലും ഒരു പോയറ്റിക് ജീനിയസ് കൊണ്ട് വി ക്യാൻ മേക്ക് ഇറ്റ് മോർ സിഗ്നിഫിക്കന്റ്. അപ്പം അങ്ങനെയുള്ള വളരെയധികം പൊട്ടൻഷ്യൽ ഉള്ള കാലിബർ ഉള്ള വളരെ നന്നായിട്ട് വളരെ ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും ലൈഫ് കൊടുക്കാൻ പറ്റുന്ന അത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലേ റൈറ്റ് ആണ് ആര് നമ്മളുടെ കാളിദാസൻ. ഓക്കെ, നൗ ദ നെക്സ്റ്റ് വൺ. 7 of Kalidasa's works have survived the test of time. And ആ ഒരു 7 വർക്ക്സ് നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന്. അതിൽ നമുക്ക് 3 ലോങ് ലിറിക്കൽ പോയംസ് ഉണ്ട്, 3 പ്ലേസ് ഉണ്ട്, ആൻഡ് ഓൾസോ വി ഹാവ് എൻ ഇൻകംപ്ലീറ്റ് എപ്പിക്. അപ്പം ഈ പോയംസ് നമുക്ക് ഉദ്ദേശിക്കുന്നത് വി ഹാവ് ഋതു സംഹാരം, ദി ഗാദറിംഗ് ഓഫ് സീസൺസ്, ഋതു, ദെൻ കുമാര സംഭവം, ദ ബർത്ത് ഓഫ് കുമാര, and finally we have Meghadutam or the cloud messenger. അപ്പൊ നമുക്ക് ഇതാണ് ആ 3 long lyrical poems എന്ന് പറയുന്നത്. And he is best known for the lyrical poem Meghadutam, that is a cloud messenger. ഇനി പ്ലേസിന്റെ സെക്ഷനിൽ നമുക്കുള്ളതാണ് മാളവിക അഗ്നിമിത്ര. മാളവിക ആൻഡ് അഗ്നിമിത്ര എന്ന് പറഞ്ഞത് ദാറ്റ് വാസ് ഹിസ് ഫസ്റ്റ് പ്ലേ ആണ്. പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന ഒരു പ്ലേ ആണ് വിക്രം ഊർവശി, ഊർവശി വൺ ബൈ വേലർ. പിന്നെ അടുത്ത് നമുക്കുള്ളതാണ് അഭിജ്ഞാന ശാകുന്തളം, ദ റെക്കഗ്നീഷൻ ഓഫ് ശകുന്തളം. അത് ഇത്രയുമാണ് ആ ഒരു ഓർഡർ: മാളവികാഗ്നിമിത്രം, വിക്രം ഊർവശിയം, അഭിജ്ഞാന ശാകുന്തളം. And finally, Kalidasa wrote an epic he could not complete, titled that Rekhu Vamsha, which is Rekhu's dynasty. അപ്പൊ ഇതാണ് നമുക്ക് നമ്മുടെ കാളിദാസയുടെ ലിറ്റററി ഔട്ട്പുട്ട് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ്, epic and drama. So let's get about Shakuntalam. Our main work is Abhignana Shakuntalam. So
ലെറ്റ് സ്റ്റഡി ദാറ്റ്. മേ ബി എല്ലാവർക്കും ആ ഒരു സ്റ്റോറി വളരെ ഫെമിലിയർ ആയിരിക്കും. കുഞ്ഞുട്ടിൽ മുതലേ നമ്മൾ കേൾക്കാൻ തുടങ്ങിയ ഒരു കഥയാണ്. അപ്പൊ നമുക്ക് അതിന്റെ റിയൽ സ്റ്റോറിയും കാളിദാസയുടെ ആ ഒരു സ്റ്റോറി നമുക്ക് നോക്കാം. സോ ശകുന്തളാസ് narrative is described at length in the epic Mahabharata under the section ശകുന്തളോപാഖ്യാന എന്ന് പറയുന്ന ആ സെക്ഷനിലാണ് വി ഹാവ് ദ സ്റ്റോറി ഓഫ് ശകുന്തള ആൻഡ് ദുഷ്യന്ത ആൻഡ് വ്യാധി പർവ ഓർ ദി ബുക്ക് ഓഫ് ബിഗിനിങ്. And it is recounted as one among the many ancestral legends of the Puru lineage by Vaishampayana to Janamena on the occasion of the sacrificial ritual. നമ്മുടെ വേർഡ്സ് കുറച്ച് ഒരു എക്സാക്ട് ഇംഗ്ലീഷ് അല്ലല്ലോ, അപ്പൊ അതിനകത്തുള്ള ഒരു ഇതുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ഇസ് ദി ഒറിജിനൽ സ്റ്റോറി ഓഫ് ശകുന്തള ഫ്രം ദി എപ്പിക് മഹാഭാരത്. അപ്പൊ നമ്മൾ ഈ ഒരു റിയൽ സ്റ്റോറി എന്താണെന്ന് അറിയണം. ആൻഡ് അത് നമ്മളുടെ കാളിദാസ ചെയ്യുമ്പോൾ അവിടെ വന്നിട്ടുള്ള മാറ്റം, കാരണം ആ ഒരു എപ്പിക്കിൽ നിന്നും എടുത്ത് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഉണ്ടായിട്ടുള്ള ഒറിജിനൽ സോഴ്സിൽ നിന്നുള്ള മാറ്റങ്ങൾ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ടു അണ്ടർസ്റ്റാൻഡ്. അപ്പൊ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് അല്ലേ. സോ ഇറ്റ്സ് അബൌട്ട് ശകുന്തള, the original story of Shakuntala from the epic Mahabharata. This narrative is focused on discovering who the Bharadas were എന്നുള്ളതാണ് ഫസ്റ്റ് ഡിസ്കവറി ഓഫ് ഭരദാസ് വെർ. അപ്പം അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും they were the descendants of Bharata, born of Shakuntala and Dushyanta. ഒരു പൗരവ കിങ് ആണ് ദുഷ്യന്ത, and of Shakuntala we have the lineage coming up. And the focus of this narrative is on Dushyanta. അപ്പൊ നമുക്ക് ഇവിടെ മഹാഭാരതത്തിൽ നമ്മൾ എടുക്കുന്ന എപ്പിക്കിലാണെങ്കിൽ നമുക്ക് അവിടെ ട്രസ്റ്റ് കൊടുക്കുന്നത് ഇറ്റ്സ് നോട്ട് ഓൺ ശകുന്തള ബട്ട് ഇറ്റ് ഇസ് ഓൺ ദുഷ്യന്തൻ. ആൻഡ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ശകുന്തള എന്ന് പറയുന്നത് അവരുടെ മകൻ, ആ ഒരു രീതിയിൽ അവർക്ക് ജനിക്കുന്ന ആ ഒരു മകന്റെ ഒരു പെർസ്പെക്റ്റീവ്, ആ ഒരു ലൈൻ വരെയാണ് നമുക്ക് ശകുന്തളയുടെ ഇമ്പോർട്ടൻസ് ഉള്ളത്. അതായത് നമ്മൾ മഹാഭാരത ഈ സ്റ്റോറി എടുക്കുന്ന സമയത്ത് ഇത് ഫോക്കസ് ഓഫ് ദി നറേറ്റീവ് ഇസ് ഓൺ ദുഷ്യന്തൻ ആൻഡ് അപ്പൊ നമുക്ക് ദുഷ്യന്തന് മാത്രമാണ് ആ സിഗ്നിഫിക്കൻസ് എങ്കിൽ ശകുന്തളയുടെ സിഗ്നിഫിക്കൻസ് എവിടെ എന്നൊരു ചോദ്യം വരത്തില്ലേ. സോ ഇഫ് യു ഹാവ് ദാറ്റ് ക്വസ്റ്റ്യൻ വി ഹാവ് ദി ആൻസർ. ദി സിഗ്നിഫിക്കൻസ് ഓഫ് ശകുന്തള ഇസ് ലിമിറ്റഡ് എവിടാണ് ടു ഹർ സൺ ഹു വുഡ് ബി ദി പ്രോസ്പെക്റ്റീവ് ഹയർ ടു ദുഷ്യന്തൻസ് ത്രോൺ. കാരണം നമുക്കറിയാലോ ഇപ്പം കിങ്ങിൽ ഇരിക്കുന്നു, അപ്പൊ ത്രോണിലേക്ക് അടുത്ത് വരുന്ന ഒബിയസ്ലി ആരായിരിക്കും, അവരുടെ മകനായിരിക്കും, റൈറ്റ്. സോ ഇൻ ദ എപിക് ദുഷ്യന്ത ഇസ് പ്രൊജക്റ്റഡ് ആസ് എ ട്രയംഫന്റ് കിങ് ഹു വാസ് ഈക്വൽ ടു ഇന്ദ്ര, slayer of foes, warder of enemy elephants. They thought of him as a thunderbolt wielder himself. അപ്പം ദുഷ്യന്തൻ ആസ് ഭയങ്കര വെയിലർ ഉള്ള ഒരു കിങ് ആണ്. ആ ഒരു നാച്ചുറൽ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഡിഫൈനിങ് ഹു ദുഷ്യന്തൻ. നമുക്ക് ആ സ്റ്റോറിയിലേക്ക് ഇഫ് യു ഗോ ഇൻടു, അപ്പൊ അറിയാം നമുക്ക് ദുഷ്യന്തന്റെ അറിയാം. അപ്പം അദ്ദേഹം ഒരു വളരെയധികം എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു റൂളറാണ്, ഒരു കിങ് ആണ് നമുക്കറിയാം. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വി ഹാവ് ദുഷ്യന്ത there. അപ്പൊ എങ്ങനെയാണ്, സോ ഒരു ഹണ്ടിങ്ങിന്റെ ഒരു പ്രോസസ് ആയിട്ടാണ് ആദ്യം പറയുന്നത്. അപ്പം ദുഷ്യന്ത വാസ് വൈൽ പെർസ്യൂവിങ് ഒരു അപ്പൊ ഇങ്ങനെ ഹണ്ടിങ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഒരു ഡിയർ എൻ്റർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു മാൻ കുഞ്ഞോടെ എൻ്റർ ചെയ്യുന്നതാണ് നമുക്ക് വരുന്ന സീൻ. സോ King Dushanta, while pursuing a deer, enters from the depths of forest and chances upon a holy marriage that appears to him as Indra's paradise. And Dushanta, he reaches the sanctum of the ascetic Kashyapa to pay his respects. അപ്പം അവർക്കറിയാം, നമുക്കറിയാം കശ്യപന്റെ ആശ്രമത്തിന്റെ അവിടെയാണ് എത്തുന്നത്. അത്രയും അധികം വളരെ ഹോളി ആയിട്ടുള്ള വളരെ ഡിവൈൻ ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിട്ടാണ് അതിനെ അത്രയും ആ ഒരു ആശ്രമത്തെ കൺസിഡർ, അത്രയും പ്യുവർ ഹോളി സീക്രഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം കശ്യപനെ കാണാനായിട്ട് ദുഷ്യന്തൻ പോകുന്ന സമയത്ത് അവിടെ കശ്യപനെ കാണുന്നില്ല, പകരം ആരെയാണ് കാണുന്നത്? ദുഷ്യന്തൻ സ്പോട്സ് ഓർ ഹി ഫൈൻഡ്സ് ഹിസ് അഡോപ്റ്റഡ് ഡോട്ടർ ശകുന്തള. അപ്പം ആശ്രമത്തിൽ ചെല്ലുന്ന സമയത്ത് കാണുന്നത് ശകുന്തളയാണ്. ദാറ്റ് വാസ് എ ഫസ്റ്റ് മീറ്റ്. അപ്പം ദുഷ്യന്തൻ ശകുന്തള കണ്ടപ്പോൾ ഹി വാസ് സോ മെസ്മറൈസ്ഡ് ബൈ ഹർ ബ്യൂട്ടി. അത്രയും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെയധികം ഭംഗിയുള്ള ഒരു മെയ്ഡൻ, അത്രയ്ക്ക് ഭംഗിയുള്ള അതീവ സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ് ദുഷ്യന്തൻ അവിടെ കാണാനിടയുണ്ട്. സോ ദുഷ്യന്ത ഇസ് ഇമ്മീഡിയറ്റ്ലി സ്മിറ്റൻ ബൈ ദ ബ്യൂട്ടി ഓഫ് ദി മെയ്ഡൻ. അപ്പൊ അത്രത്തോളം ആ ഒരു ബ്യൂട്ടിയിൽ ഹി ഗോട്ട് മെസ്മറൈസ്ഡ്. അങ്ങനെ അപ്പൊ നമുക്കറിയാം ദുഷ്യന്തൻ ഒരു കിങ് ആണ്. അപ്പം ആ ഒരു റോയൽ ലീനേജിൽ നിന്ന് വരുന്ന ഒരാളാണ്. അപ്പം തനിക്ക് ഈ കണ്ടപ്പോൾ ഈ പെൺകുട്ടി അത്രയും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഒരു കിങ് ആകുമ്പോൾ നമുക്കിപ്പോ ഒരാളോട് പ്രണയം തോന്നുന്ന സമയത്ത് നമ്മള് പ്രത്യേകിച്ച് വേറെ ബോട്ട്സും കാര്യങ്ങളും തോന്നുന്നു, നമുക്ക് ഒരു ഇഷ്ടം തോന്നുകയാണെങ്കിൽ ഇഷ്ടം തോന്നാന്നാ പറയാം. പക്ഷെ ഇവിടെ നമ്മുടെ
ദുഷ്യന്തന് അറിയണം പുള്ളിക്കാരത്തിയുടെ ബർത്ത് എങ്ങനെയാണെന്നുള്ളത്. കാരണം റോയൽ ബർത്ത് ഉള്ളതാണോ, ഞാനൊരു കിങ് ആകുമ്പോൾ എനിക്കത് ഈക്വാലിറ്റി മാച്ച് ചെയ്യുന്നതാണോ എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ദുഷ്യന്തന് ഉണ്ടായിരുന്നു. അപ്പം സോ ഇമ്മീഡിയറ്റ്ലി ആളുടെ നമ്മുടെ ശകുന്തളയുടെ പാരന്റേജും കാര്യങ്ങളുമാണ് പറയുന്നത്. സോ ശകുന്തള എന്ത് ചെയ്യുന്നു, തന്റെ ബർത്തിന്റെ സ്റ്റോറി എല്ലാം നറേറ്റ് ചെയ്യുന്നു. അത് എങ്ങനെ ശകുന്തളയ്ക്ക് അറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കല് കന്വകശ്യപിന്റെ അടുത്ത് നിന്നുമാണ് ശകുന്തള തന്റെ ബർത്ത് സ്റ്റോറി കുറിച്ച് കേട്ടത്. അപ്പം ആ ഒരു ബർത്ത് സ്റ്റോറി പറയുന്നത് എങ്ങനെയാണ്, ശകുന്തള എന്ന് പറയുന്നത് ഷീ ഈസ് ദ ഡോട്ടർ ഓഫ് മേനക. മേനക എന്ന് പറയുന്നത് ഒരു അപ്സരസ് ആണ്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാകും അതൊരു നോർമൽ ഒരു സാധാരണക്കുള്ള ഒരാളല്ല, അത്രയും ഒരു ഡിവൈൻ രീതിയിലുള്ളതാണ്. സോ ഇറ്റ് ഈസ് ഷീ ഈസ് ഓക്കെ എന്നുള്ള ഒരു കൺവിൻസ്ഡ് ആകുന്ന ഒരു സ്റ്റേജ് ഓഫ് കോൺവെർസേഷൻ ആണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. സോ ഓൺ ദി ബർത്ത് മേനക അബാൻഡൻസ് ഹർ ആൻഡ് ഗോസ് ബാക്ക് ടു ദ realm of gods together. അപ്പം വിശ്വാമിത്രന്റെയും മേനകയുടെ മകളാണ് ശകുന്തള എന്നുള്ള റിയലൈസേഷൻ ദാറ്റ് ദുഷ്യന്തൻ ഈസ് അവെയർ ഓഫ് ദാറ്റ്. അങ്ങനെയുള്ള വിശ്വാമിത്രന്റെയും മേനകയുടെയും മകളാണ്. സോ അങ്ങനെയുള്ള ശകുന്തളയെ ഒരിക്കൽ നമ്മുടെ കന്വകശ്യപൻ കാണുകയും അങ്ങനെ തന്റെ ആശ്രമത്തിലോട്ട് ശകുന്തള കൊണ്ടുവരികയുമാണ് ചെയ്തിട്ടുള്ളത്. സോ ശകുന്തള അക്കോർഡിംഗ് ടു ഹെർ ഓൺ നറേറ്റീവ് ഇസ് ദെൻ ഫൗണ്ട് ബൈ ദ സെയിന്റ് കന്വകശ്യപ. സോ ഈ ഒരു സ്റ്റോറി, അതായത് ശകുന്തളയുടെ ബർത്ത് സ്റ്റോറി ശകുന്തള തന്നെ ദുഷ്യന്തനെ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ദുഷ്യന്തൻ എന്ത് ചെയ്തു, ഹി കൺഫേംസ് അവൾ ഒരു സാധാരണ മെയ്ഡൻ അല്ല, ഒരു സാധാരണ ഒരു പെൺകുട്ടി അല്ല ശകുന്തള എന്നുള്ളത് ഹി ഈസ് റിയലൈസിങ്. സോ ഹാവിംഗ് ഹേർഡ് എ ടെയിൽ, കിങ് ദുഷ്യന്ത reaffirms that Shakuntala couldn't have been an ordinary maiden. Okay. അങ്ങനെ ഇനി നമുക്ക് നെക്സ്റ്റ് ഉള്ളതാണ് നമ്മുടെ ഗാന്ധർവ വിധി പ്രകാരമുള്ള കല്യാണത്തിൻ്റെതാണ്. ഇറ്റ് ഈസ് നൗ വി ആർ ടോക്കിംഗ്. ഓക്കെ, സോ ഹി coaxes her to enter into a Gandharva marriage with him, a marriage done in secret with rituals between a loving man and a loving woman. അപ്പം ഇവര് തങ്ങളിൽ കണ്ടു, രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടപ്പെട്ടു. സോ അവരെന്ത് ചെയ്തു, they decide to get married. പക്ഷെ നമ്മൾ ഒരു പ്രോപ്പർ എല്ലാരെയും അറിയിച്ചു കൊണ്ടുള്ള ഒരു മാരേജ് ഒന്നുമല്ല, ഗാന്ധർവ മാരേജ് എന്ന് പറയുന്നത് ഗാന്ധർവ വിധി പ്രകാരമുള്ള കല്യാണം എന്ന് പറയും. സോ ആ ഒരു മാരേജ് എന്ന് വെച്ച് കഴിഞ്ഞാല് ആ കല്യാണം നടക്കുന്നത് ആ രണ്ട് വ്യക്തികൾ തമ്മിൽ മാത്രം അറിയുന്ന ഒരു കാര്യം. ഇറ്റ്സ് എ മാരേജ് ഡൺ ഇൻ സീക്രസി ജസ്റ്റ് ബിറ്റ്വീൻ ദോസ് ടു പേഴ്സൺസ്. ആ സ്നേഹിക്കുന്ന പുരുഷനും സ്ത്രീയും തമ്മിലുള്ള റിച്വൽസിന്റെ അടിസ്ഥാന പ്രകാരം they get married. So he coaxes her into Gandharva marriage with him, a marriage done in secret with rituals between a loving man and a loving woman. And Shakuntala agrees on one condition. ഞാൻ കല്യാണം കഴിക്കാം, but I have a condition. എന്താണ്, എനിക്കൊരു പ്രോമിസ് ചെയ്യണം. You have to promise me ദുഷ്യന്ത എന്നുള്ളത് Shakuntala is asking to ദുഷ്യന്തൻ. So പറയാണ് that the son may be born from me, shall be young king to succeed you, great king. Declare this to me as a truth. If it is to be thus, Dushyanta, you may lie with me. അപ്പം അവർക്ക് ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് ആ ഒരു നെക്സ്റ്റ് കിങ് ആയിട്ട് സക്സീഡ് ചെയ്യാൻ പറ്റുമെന്നൊരു പ്രോമിസ്, അങ്ങനെ ഒരു വാക്ക് എനിക്ക് വേണം എന്ന് ശകുന്തള is asking for a promise from ദുഷ്യന്തൻ. So Dushyanthan was okay with that condition put forward when he promised to her whatever she wants. അപ്പം ശകുന്തള ചോദിച്ച കാര്യങ്ങൾക്കെല്ലാം ദുഷ്യന്തന്റെ പ്രോമിസും കാര്യങ്ങളും ചെയ്തു. അങ്ങനെ രണ്ടുപേരും ഗാന്ധർവ മാരേജ് റൈറ്റ്സ് പ്രകാരം they got married and രണ്ടുപേരും they consummate their marriage. അതിനുശേഷം ദുഷ്യന്തൻ എന്ത് ചെയ്തു, തന്റെ സ്ഥലത്തോട് he returns to his court and Shakuntala is back in her own place. അങ്ങനെയാണ് ആ ഗാന്ധർവ മാരേജിന് ശേഷമുള്ളത്. അങ്ങനെ മാരേജ് കഴിഞ്ഞു, കൺസ്യൂമേഷൻ എല്ലാം കഴിഞ്ഞു. സോ കുറച്ച് വർഷത്തിനുള്ളിൽ, സോ ദ ഫോളോയിങ് ഇയർ നമ്മൾ നോക്കുകയാണെങ്കിൽ ശകുന്തള ഗീവ്സ് ബർത്ത് ടു എ സൺ. ഇപ്പൊ കന്വകശ്യപന്റെ ആശ്രമത്തിൽ വെച്ചിട്ടാണ് ശകുന്തള ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുന്നു. സോ ദ ചൈൽഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ the child is really like a blazing fire, grows up in the hermitage. For 6 years ഓളം ആ മകൻ ഹെർമിറ്റേജിലാണ് വളർന്നത്. ഹി വുഡ് ഫെറ്റർ ലയൺസ് ആൻഡ് ടൈഗേഴ്സ് വിത്ത് ട്രീസ് അറൌണ്ട് ദി ഹെർമിറ്റേജ്. അത്രത്തോളം വളരെ നല്ലൊരു ഭയങ്കര റേഡിയന്റ്ലി ഗ്ലോ ആയിട്ടുള്ള അത്രയും തേജസ്സോട് കൂടിയുള്ള ഒരു മകനെയാണ് അവിടെ ശകുന്തള ജന്മം നൽകിയത്. അങ്ങനെ ഞാൻ പറഞ്ഞു ശകുന്തളയും കുഞ്ഞും കന്വകശ്യപന്റെ ആശ്രമത്തിലാണ് അല്ലെ. സോ ഇനി അപ്പൊ കന്വകശ്യപൻ മനസ്സിലാക്കി തീരുമാനിക്കുന്നു, ഇപ്പൊ ഇത്രയും നാളായില്ലേ,
സോ ഇനി നമുക്ക് തിരിച്ച് കിങ്ങിന്റെ അടുത്ത് തന്നെ പോകാം. ഇറ്റ്സ് ടൈം ഫോർ യു ടു ഗോ ബാക്ക് ടു യുവർ കിങ്. നിന്റെ ദുഷ്യന്തന്റെ അടുത്ത് പോകാനുള്ള ടൈം ഇറ്റ്സ് ബീൻ എന്നുള്ള കാര്യം കന്വകശ്യപിന് തോന്നുകയും when he comes or he arrives at decision and to send her to king's palace. അപ്പം ശകുന്തളേനെ കിങ്സ് പാലസിലോട്ട് ആക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ കശ്യപൻ ശകുന്തളം എല്ലാരും കൂടി എങ്ങോട്ട് പോകുന്നു? കിങ്ങിന്റെ പാലസിലോട്ട് പോകുന്നു. പക്ഷെ അവിടെ എത്തുന്ന ആ ഒരു മൊമെന്റില് ദുഷ്യന്തന് ശകുന്തളെ കണ്ടപ്പോൾ ആരാണ് എന്ന് പോലും അറിയുന്നില്ല. ഈ ഫൈൻസ് ഓർ ഈ ഫെയിൽസ് ടു റെക്കഗ്നൈസ്. സോ ഹി ഈവൻ കോൾസ് ഹെർ ആസ് എൻ ഈവിൾ അസറ്റിക്. അപ്പൊ അത്രയും വളരെ മോശമായിട്ട് ശകുന്തളേനെ ദുഷ്യന്ത ആ കോർട്ട് പാലസിൽ വെച്ച് അത്രത്തോളം ഹ്യൂമിലിയേറ്റ് ചെയ്തു. ആൻഡ് ശകുന്തളയ്ക്ക് അത്രത്തോളം ഒരു ദേഷ്യവും സങ്കടവും എല്ലാം വന്നു. സോ ഷീ ഈസ് സ്റ്റൺഡ് വിത്ത് ഗ്രീഫ്. അത്രത്തോളം ഞാൻ സ്നേഹിച്ച് അദ്ദേഹത്തെ ഒന്നും പറഞ്ഞ് മാത്രം നടന്നു, എന്നിട്ട് ദിസ് വാട്ട് ഐ ഗെറ്റ്, ദിസ് വാട്ട് ഐ ഡിസേർവ് എന്നുള്ള സ്വയം ഒന്ന് റിയലൈസ് ചെയ്യുന്നു. ആൻഡ് ഹി പ്ലീഡ്സ് എ കേസ് എംഫസൈസിങ് ദ ഇമ്പോർട്ടൻസ് ഫോർ അസ്. അപ്പൊ നമ്മുടെ മകനാണെന്നുള്ളതിന് സണ്ണിനെയും എല്ലാം പ്രസന്റ് ചെയ്യുന്നു. എത്രത്തോളം കിങ്ങിന് ഒരു സൺ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് കൂടി ശകുന്തള is talking to the king ദുഷ്യന്ത. പക്ഷേ ആ ഒരു ഓർമ്മ ഒരിക്കലും ഒരു ഓർമ്മ പ്രോപ്പർ ആയിട്ട് വരുന്നില്ല. സോ ദുഷ്യന്തൻ ഹിയേഴ്സ് ഔട്ട്, സോറി, ശകുന്തള ഹിയേഴ്സ് ഔട്ട് ദുഷ്യന്ത ആൻഡ് പോയിന്റ്സ് ഔട്ട് ഹിസ് ഫർഗെറ്റ്ഫുൾനെസ് ആൻഡ് ഡിസ്ക്രൈബ്സ് എ ഹയർ lineage. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും റിയലൈസ് ചെയ്യുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല. ദുഷ്യന്തൻ ഫെയിൽ ടു റെക്കഗ്നൈസ് ആൻഡ് അക്നോളജ് ദിസ് ലേഡി ശകുന്തള. അപ്പൊ നോർമലി നന്നായിട്ട് ദേഷ്യം വരും, സങ്കടം വരും, എല്ലാം വരും. അപ്പോഴത്തേക്ക് ആ ഒരു വേർബൽ ഡുവൽ നടക്കുകയാണ്. അങ്ങനെ ടു കോട്ട് ശകുന്തള പറയാണ്, മൈ ബർത്ത് ഇസ് ഹയർ ദൻ യോസ് ദുഷ്യന്ത. നിന്നെക്കാട്ടിലും ഉയർന്ന ബർത്ത് ആണ് എനിക്കുള്ളത്. യു വർക്ക് ഓൺ എർത്ത്, നീ ഭൂമിയിലുള്ളത്, പക്ഷേ ഐ ഫ്ലൈ ദ സ്കൈസ്. അപ്പൊ ആ ഒരു ദേഷ്യത്തെ തന്നെ അക്നോളജ് ചെയ്തില്ല എന്നൊക്കെ ഉള്ളതൊക്കെ നമുക്കൊരു സങ്കടത്തിന്റെ പുറത്തൊക്കെ വരുന്ന ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ ഇല്ല. അപ്പൊ അതാണ് ഇവിടെ പെൻറ്റ് ഔട്ട് ചെയ്ത് ശകുന്തള കാണിക്കുന്നത്. ഷീ ഫൈനലി കം ബാക്ക് ടു ദി ഇഷ്യൂ ഓഫ് ഹർ സൺ ആൻഡ് വാണ്ട്സ് ദുഷ്യന്ത. ദി ancestors call her son the foundation of a family and lineage, the highest of all merits of love. So therefore, one should never abandon a son. കാരണം സൺ എന്ന് പറയുന്നതാണ് ഒരു ഫാമിലിന്റെയും ഒരു ലീനിയേജിന്റെയും അടിത്തറ, അതിന്റെ ഒരു ബാക്ക് ബോൺ, അതിന്റെ ഒരു ഫൗണ്ടേഷൻ ഗ്രൗണ്ട് എന്ന് പറയുന്നത് സൺ ആണ്. സോ ഒരിക്കലും എല്ലാ മെറിറ്റ്സ് ഓഫ് ലോയ്ക്കും അബവ് ആയിട്ട് നിൽക്കുന്ന, അതിന് അത്രയും ഹയസ്റ്റ് നിൽക്കുന്നതാണ് സൺ എന്ന് പറയുന്ന ഒരാൾ. സോ അങ്ങനെയുള്ള സണ്ണിനെ നമ്മൾ അബാൻഡൻ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ശകുന്തള saying to ദുഷ്യന്ത. ഓക്കെ, അപ്പൊ ഇത്രയും എല്ലാം ശകുന്തള പറഞ്ഞു, പല രീതിയിൽ റെസ്പോണ്ട് ചെയ്തു, ഒക്കെ ചെയ്തു. സോ ഹാവിംഗ് ഹേർഡ് ഓഫ് ഓൾ ദിസ്, ശകുന്തള എന്ത് ചെയ്തു? ഷീ ഡിപ്പാർട്സ്. ആൻഡ് ഇപ്പൊ ശകുന്തള പോകുന്നു, കാരണം ഇനി ഇത്രയും പറഞ്ഞിട്ടും പ്രത്യേകിച്ച് ഒന്നും ഒരു ഇത് വരുന്നില്ല. സോ ഷീ ഡിസൈഡ്സ് ഐ ലിവ് എന്നുള്ള ഒരു തീരുമാനം എത്തുന്നു. അപ്പോഴത്തേക്ക് ഒരു സൗണ്ട് വരുന്നു. ഫ്രം എ സെലസ്റ്റിയൽ വോയിസ് ഇസ് വാർണിംഗ് ദുഷ്യന്ത ദാറ്റ് ദുഷ്യന്തൻ ചെയ്തിട്ട് ഇസ് റോങ്. സോ ഒരു വാർണിംഗ് പോലെ, ഒരു അലേർട്ട് പോലെ, ഒരു അലാമിംഗ് പോലെ ഒരു വോയിസ് ഓവർ അവിടെ നിന്ന് ഇങ്ങനെ വരികയാണ്. അപ്പൊ ദുഷ്യന്തൻ എന്തോ ലൈക്ക് someone is interrupting there, some voice is coming up എന്നുള്ള ഒരു തോട്ട് വരികയാണ്. സോ അറ്റ് ദിസ് juncture ദുഷ്യന്തൻ stands suggesting, ഇപ്പത്തേക്ക് ഇങ്ങനെ ഒരു സെലസ്റ്റിയൽ ഒരു വോയിസ് വരുന്നു, തന്നെ വോൺ ചെയ്യുമ്പം സ്വയം ഒന്ന് റിയലൈസ് ചെയ്യുന്ന ഒരു പോയിന്റ് ആയില്ലേ. അപ്പോഴത്തേക്ക് പറയാണ്, ഐ മൈസെൽഫ് knew very well he was my son, but if I had taken him as my own son, my son on her word alone, suspicion would have been rife among the people and he would never have been cleared of it. പറയാണ്, എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഇതെന്റെ മകനാണെന്ന്, പക്ഷെ ഞാനിങ്ങനെ ഒന്നുമില്ലാതെ പെട്ടെന്ന് ഒന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഈ ബന്ധത്തിൽ സംശയം തോന്നും. ദേ മൈറ്റ് ഹാവ് സം കൈൻഡ് ഓഫ് സസ്പീഷൻ ഓൺ അവർ റിലേഷൻ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അക്സെപ്റ്റ് ചെയ്യാത്തത് എന്നുള്ള രീതിയിൽ പറഞ്ഞു. ദുഷ്യന്ത കാരണം അല്ല, ആൾക്കാർക്ക് ഇത്രയും പെട്ടെന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് സംശയം ഉണ്ടാകുമോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഫ്രോഡുലന്റ് കൈൻഡ് ഓഫ് ഒരു ഗെയിം ഞാൻ നിന്നോട് കാണിച്ചത് എന്ന് ദുഷ്യന്തൻ as revealing to ശകുന്തള. സോ വിത്ത് ദിസ് ദുഷ്യന്തൻ എന്ത് ചെയ്തു? ഹി accepts his son and his wife and brings them, both of them, to the court, declaring that he is going to be the young king. Because he is my son and he is going to be the young king's kingdom എന്ന് ആര് പറയുന്നു? ദുഷ്യന്തൻ അനൗൺസ് ചെയ്യുന്നു. ഓക്കെ,
Easy? Coming back to the next one we have. So Kalidasa takes up the story from, so Kalidasa, he takes up the story from Mahabharata and works on it, fleshes it out and makes it into a play. So the difference is that the legendന്റെ ആ ഒരു സ്റ്റോറി എടുത്തിരിക്കുന്നത് ഡിഫറെന്റ് ആണ്. സോ ഇൻ ദ മഹാഭാരത ഇഫ് വി ടേക്ക് ദ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു എപ്പിക് ഫാഷനിൽ നറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ അതൊരു പ്ലോട്ട് നമ്മുടെ പ്ലേക്ക് എടുക്കുമ്പോൾ ആ ഒരു സ്റ്റേജിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിനൊക്കെയാണ് വി ഹാവ് ദിസ് പർട്ടിക്കുലർ plot in case of that play. Okay. Now, so while changing the form or the genre, Kalidasa, what he does is that he retells the story differently with the emphasis of his work changes. അപ്പോൾ അതിൽ നിന്ന് ഒരു സ്റ്റോറി ഇൻസ്പയർഡ് ആയിട്ട് എടുക്കുമ്പോൾ ആസ് ഹി ലേസ് ഔട്ട് from the story, Mahabharata for representation on stage, he assigns to it new parameters. അപ്പം അതിൽ നിന്ന് എക്സാക്ട്ലി നമുക്ക് ആ സ്റ്റോറി ഇൻസ്പയർഡ് ആണെങ്കിലും അതിൽ നിന്ന് എടുത്തിട്ട് തന്റെ രീതിയിലാക്കും ഒരുപാട് ചേഞ്ചസും സീൻസും എല്ലാം അതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ആൻഡ് സ്മോൾ ആഡ്സ് ഓഫ് ഇൻഡിവിജ്വൽ ക്യാരക്ടേഴ്സ് ആൻഡ് ദ ഇന്റർപ്ലേ ഓഫ് സിറ്റുവേഷൻസ് ഇൻ ദ ഫോർമാറ്റ് ഓഫ് ഷോവിങ് ആൻഡ് റിപ്രസെന്റിങ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ടൈറ്റിലാണ് വർക്കിന്റെ അഭിജ്ഞാന ശാകുന്തളം, ദാറ്റ് ഇസ് ദ റെക്കഗ്നീഷൻ ഓഫ് ശകുന്തള. Kalidasa makes it clear where the sympathies lie and who the protagonist of the play will be. That a woman be the hero of the story reveals the parts of the play. അപ്പം ഇവിടെ ആ ഒരു ശകുന്തളയ്ക്കുള്ള ഒരു ഇമ്പോർട്ടൻസ്, ആ ഒരു പൊസിഷൻ ഓഫ് ദി പ്ലേ അത്രത്തോളം ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് ശകുന്തളയ്ക്കാണ് അദ്ദേഹം ഇവിടെ എംഫസിസ് കൊടുക്കുന്നത്. ഇനി ശകുന്തള, Abhignana Shakuntalam. So we have Kalidasa's Abhignana Shakuntalam. So when Kalidasa's Abhignana Shakuntalam, ശകുന്തളയാണ് നമ്മളുടെ ഇവിടുത്തെ പ്രോമിനന്റ് ക്യാരക്ടർ, ബിക്കോസ് ഇറ്റ് ഈസ് ദി റെക്കഗ്നീഷൻ ഓഫ് ശകുന്തള. ദുഷ്യന്തന്റെ അല്ല, ശകുന്തളയ്ക്കാണ് ഇവിടെ ട്രസ്റ്റ് ഉള്ളത്. അപ്പൊ ശകുന്തളയുടെ ആ ഒരു ഫീലിങ്സും തോട്ട്സും ഇമോഷൻസും ഫീലിങ്സും ഒക്കെയാണ് ഇവിടെ നമുക്ക് ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ട് കാളിദാസ എലാബറേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദ പ്ലേ ഇറ്റ് റിവോൾവ്സ് അറൌണ്ട് ഹർ ട്രവൽസ് ആൻഡ് ഹർ ഫൈറ്റ്സ്. ഓക്കെ, സോ ഏൻഷ്യന്റ് ഇന്ത്യൻ എയ്സ്റ്റിക്സ്. So recitations of folk tales and epics gradually came to include enactments. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ഇൻസ്പയർഡ് ആകുന്നതെല്ലാം ഇനാക്ട് ചെയ്യപ്പെടാനായിട്ട് തുടങ്ങി. The form of drama in Sanskrit literature particularly included aspects. നമ്മൾ നേരത്തെ ആദ്യമേ പറഞ്ഞ കണക്ക് മ്യൂസിക്കും ഡാൻസും സോങ്ങും ആക്ടിങ്ങും എല്ലാം ഉണ്ട്. And it was a performative art on because it is an inclusive sense as it freely use നമ്മുടെ gestures, body movements, dance postures, minds ഒക്കെ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. And dance and drama during the period were not viewed as distinct forms. അപ്പൊ നമ്മള് ഡ്രാമാറ്റിക് ആർട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഡ്രാമയ്ക്ക് ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് മിക്സർ ഓഫ് എലമെന്റ്സുകളാണ്. അതിനകത്ത് നമുക്ക് ലിറിക്കൽ മോഡ്സ് ഉണ്ട്, നറേറ്റീവ് മോഡ്സ് ഉണ്ട്, വേർഡ്സ്, വേർഡ്സ്, പ്രോസ്, സ്പീച്ച്, ആക്ടിങ്, മാസ്ക്, കോസ്റ്റ്യൂംസ്, ഓർണമെന്റ്സ്, ബാക്ക്ഗ്രൗണ്ട്സ്, അങ്ങനെ എല്ലാം ചേർന്ന് ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ആർട്ട് ഫോം ആണ് നമ്മുടെ ഡ്രാമാറ്റിക് ആർട്ട് ഫോം എന്ന് പറയാം. And in the ancient period, the popular and folk traditions were extensively deployed in performances during the festivals time. So these popular forms close to the life of everyday people were used even in court dramas that eventually took shape over the centuries to follow. And court drama took elements from the four Vedas as it became the source of the higher kind of learning as well. നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ പറഞ്ഞ ഭരതയുടെ നാട്യശാസ്ത്രം. ഓക്കെ, സോ ദാറ്റ് ഈസ് എ പോയറ്റിക്സ് ഓഫ് ഡ്രാമ എന്നറിയപ്പെടുന്നതാണ് നമ്മളുടെ നാട്യശാസ്ത്രം. സോ ഇറ്റ് ഇസ് എ ട്രീറ്റൈസ് ഓൺ ദ ഡ്രാമാറ്റിക് ആർട്സ് ദാറ്റ് അറ്റംപ്റ്റ്സ് എന്താണ് നമ്മളുടെ ആ ഡ്രാമ എന്ന് പറയുന്നതിന്റെ ഒരു റോൾ എന്താണ്, അതിന്റെ പേർപ്പസ് എന്താണ്, എയിം എന്താണ്, സിഗ്നിഫിക്കൻസ് നമ്മുടെ ഏൻഷ്യന്റ് ഇന്ത്യയിൽ വാട്ട് ഈസ് ഇറ്റ്സ് റോൾ, വാട്ട് ഈസ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്, വാട്ട് ഈസ് ഇറ്റ്സ് പേർപ്പസ് ഡിസ്കസ് ചെയ്യുന്നതാണ് വി ഹാവ് ഭാരതമുനീസ് നാട്യശാസ്ത്ര. ആൻഡ് ഈ ഒരു ട്രീറ്റീസിനകത്ത് നമുക്ക് നാട്ടക് ആ ഒരു ആക്ട് ടു റിമൂവ് ടു ഇമോട്ട് എന്നുള്ള ഒരു അർത്ഥം വരുന്നതാണ് നാട്യശാസ്ത്രത്തിലെ നാട്ടക എന്നുള്ളത്. സോ ദ ട്രീറ്റൈസ് ഇൻക്ലൂഡ് സ്പെസിഫിക് ഫീച്ചേഴ്സ് ആൻഡ് എലിമെന്റ്സ് കൺസിഡേർഡ് ഇന്റഗ്രൽ ടു സാൻസ്ക്രിറ്റ് ഡ്രാമ. ആൻഡ് നാട്യ ക്യാരീസ് എ റൂട്ട് വേർഡ് നട്ട് which means എന്താണ് ടു ആക്ട് or to emote. It may be applied to both drama and dance as natya is also the word for dancing or dramatic representation and natak എന്ന് പറയുന്നത് denotes a play.
So Natya Shastra is the oldest text on the theory of drama that has survived for centuries. ഇനി നമുക്ക് ഭരതയടയ്ക്ക് നമുക്ക് 8 രസങ്ങളുണ്ട്. നമ്മൾ രസ എന്ന് പറയാം നമ്മുടെ ഇമോഷണൽ റെസ്പോൺസിൽ നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിരിക്കും അത്. യു ഹാവ് ശൃംഗാർ വിച്ച് മീൻസ് നമ്മുടെ ഇറോട്ടിക് ആയിട്ടുള്ള രസം വരുന്നതാണ് ശൃംഗാർ. നെക്സ്റ്റ് കോമിക്ക് വരികയാണെങ്കിൽ വി കോൾ ഇറ്റ് എസ് ഹാസ്യ. പിന്നെ ഫ്യൂരിയസ് ആണെങ്കിൽ വി കോൾ ഇറ്റ് രൗദ്ര. പിന്നെ കരുണം എന്ന് പറഞ്ഞ ഭയങ്കര ആ ഒരു പീസ് ഒരു പാത്തറ്റിക് കൈൻഡ് കാണിക്കാനാണ്. പിന്നെ നമ്മൾ ഹീറോയിക്കിന് വി ഷോ ദ വി രസ. പിന്നെ മാർവലസിന് വി ഹാവ് ദ രസ അദ്ഭുത്. പിന്നെ ഭീവത്സ ഓഡിയസ്. ദെൻ യു ഹാവ് ഭയാനകം വിച്ച് മീൻസ് ടെറിബിൾ ആയിട്ടുള്ളത്. അപ്പം ഇതിലൊക്കെ നമ്മൾ ഇത്രയും രസാസ് പറയുന്നെങ്കിൽ ഇതിലെല്ലാം നമ്മൾക്ക് ഉള്ളതിൽ ഏറ്റവും സുപ്രീം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന രസയാണ് നമ്മൾ ശൃംഗാർ എന്ന് പറയും. സോ ദിസ് ഇസ് ബിക്കോസ് ശൃംഗാർ എന്ന് പറയുന്നതാണ് ദറ്റ് ഇസ് രസം നമ്മുടെ പ്ലഷറിന്റെയും ബ്യൂട്ടിയുടെയും എല്ലാം രസ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ശൃംഗാർ എന്നുള്ളതാണ്. ദാറ്റ് ഇസ് ഓക്കെ, ദാറ്റ് ഇസ് ദ ഇറോട്ടിക് വൺ. ദാറ്റ്സ് ഇറ്റ്. ഇത്രയുമാണ് നമ്മളുടെ ബ്ലോക്ക് 1 യൂണിറ്റ് 2 ഉള്ളത്. സോ ലെറ്റ്സ് ഹാവ് എ വെരി ക്വിക്ക് റീക്യാപ്പ് ഓഫ് വാട്ട് വി ഹാവ് ഡിസ്കസ്ഡ് സോ ഫാർ. സോ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ബ്ലോക്ക് 1 യൂണിറ്റ് 2 ആണ്. സോ നമ്മൾ ഫസ്റ്റ് കാളിദാസനെ കുറിച്ച് ഒരു ഔട്ട്ലൈൻ പോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഹൗ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും അതിലുള്ള 3 വ്യൂ പോയിന്റ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞിരുന്നു. ദെൻ വി ഡിസ്കസ്ഡ് അബൌട്ട് എന്താണ് സിറ്റി ഓഫ് ഉജ്ജയിന് റെലവൻസും കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ആൻഡ് അത് നമ്മുടെ കാളിദാസന്റെ വർക്ക്സിലെ കോണ്ടെക്സ്റ്റും എത്രത്തോളമാണ് ഉജ്ജയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്നുള്ളത് നോക്കിയിരുന്നു. പിന്നെ കാളിദാസ ലിറ്റററി ബാക്ക്ഗ്രൗണ്ടും ലിറ്റററി കോൺട്രിബ്യൂഷൻസും ഏതൊക്കെ വർക്ക്സുകളാണെന്നും എത്രത്തോളം ഏതൊക്കെ സോഴ്സിൽ നിന്ന് ഇൻസ്പയർഡ് ആയി നമ്മൾ നോക്കിയിട്ടുണ്ട്. ആൻഡ് പിന്നെ നമ്മുടെ പ്ലേസ് ലിസ്റ്റ് ഔട്ട് ചെയ്തു, പോയിന്റ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്തു, ഒക്കെ നമ്മൾ ചെയ്തു. ദെൻ യു ഹാവ് അബൌട്ട് എപ്പിക് ആൻഡ് ഡ്രാമ. പിന്നെ നമ്മൾ we started discussing about the original story of Shakuntala and Dushyanthan. ആ സ്റ്റോറി പറഞ്ഞു. അപ്പൊ സ്റ്റോറി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ആശ്രമത്തിൽ വന്നു, പിന്നെ ശകുന്തളയെ കാണുന്നു, പാരന്റേജ് ചോദിക്കുന്നു, ഗാന്ധർവ മാരേജിലേക്ക് രണ്ടുപേരും ഏർപ്പെടുന്നു, കുട്ടി ജനിക്കുന്നു, അങ്ങനെ പിന്നെ തിരിച്ച് കോർട്ടിൽ പോകുന്നു കിങ്ങിന്റെ അടുത്തോട്ട്. പിന്നെ അവിടെ നടക്കുന്ന ഇഷ്യൂസും കാര്യങ്ങളും, പിന്നെ ലാസ്റ്റ് എല്ലാം റെക്കഗ്നൈസ് ചെയ്യുന്നതും ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം ആ ഒരു ഡ്രാമയിലും ആ ഒരു എപ്പിക്കിലും ഉള്ള ഒരു ചേഞ്ചസും കാര്യങ്ങളും നമ്മളിവിടെ പറഞ്ഞിരുന്നു. അങ്ങനെ വി ഹാവ് ദ വർക്ക് കാളിദാസയുടെ അഭിജ്ഞാന ശാകുന്തളം എന്ന് പറയുമ്പോൾ ശകുന്തളയുടെ പെർസ്പെക്ടീവിൽ നിന്നും അതിനൊരു ഇമ്പോർട്ടൻസും ട്രസ്റ്റും കൊടുത്താണ് വി ഹാവ് ദ പ്ലേ അഭിജ്ഞാന ശാകുന്തളം. പിന്നെ വി ഹാഡ് എ വെരി ജനറൽ ഐഡിയ അബൌട്ട് ദി ഏൻഷ്യൻ ഇന്ത്യൻ എസ്തെറ്റിക്സിനെ കുറിച്ച് പറഞ്ഞു, ഡ്രാമയെ കുറിച്ച് പറഞ്ഞു. ദെൻ വി ടോക്ട് അബൌട്ട് ഭരതാസ് നാട്യശാസ്ത്ര ആൻഡ് ലാസ്റ്റ് വി ടോക്ട് അബൌട്ട് ദ രസം. ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിലുള്ളത്. I hope you understood that. Okay then. Thank you everyone.